ലഹരി മാഫിയെക്കുറിച്ച് തുറന്നു പറഞ്ഞ യുവാവിന് മർദ്ദനമെന്ന് പരാതി. മലപ്പുറം വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് മർദ്ദനമേറ്റത്. ലഹരി മാഫിയെക്കുറിച്ച് നിസാം നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മർദ്ദനത്തിൽ നിസാമിന്റെ കഴുത്തിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാരനായ അനസ് എന്നയാളാണ് മർദ്ദിച്ചതെന്ന് നിസാം പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പരാമർശിച്ചായിരുന്നു മർദ്ദനമെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും നിസാം ആരോപിക്കുന്നു. ഞാനെന്താ വെച്ചാല് നാട്ടിലിരിക്കുന്നു. അപ്പൊ ഞാനൊരു ഒരാഴ്ച മുന്നേ റിപ്പോർട്ടർ ചാനലിന് ഞാൻ ലഹരിക്കെതിരെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നെ ആദ്യമായിട്ട് ഡ്രഗ് ഉപയോഗിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്നിവിടെ നാട്ടിൽ ബാർബർ ഷോപ്പിൽ മുടി വെട്ടായിരിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ഫ്രണ്ട് ഈ പറഞ്ഞ ആളെ ഇക്കാക്ക എന്നെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സമയം ഒന്ന് വായ പറഞ്ഞു സംസാരിച്ചു, കയ്യൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, എൻ്റെ അനിയൻ സിദ്ദീഖിനെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അവന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഈ എന്തിനാ ഓനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓനെ പറ്റി പറഞ്ഞില്ല, ഓൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനവൻ എന്നെ അടിച്ച് കാരണം അത്യാവശ്യം അടി എന്നെ അടിച്ച്. അവൻ്റെ അരയിൽ കമ്പി ഉണ്ടായിരുന്നു. കമ്പി എടുത്തിട്ട് തലക്കൊരു അടി അടിച്ച്, കൈകിനടിച്ച്. പിന്നെ ഞാൻ അവിടെ നിന്ന് വീണപ്പോൾ എൻ്റെ കഴുത്തിൽ അവൻ ഷൂ കൊണ്ട് ചവിട്ടി. പിന്നെ അവൻ്റെ കയ്യിൽ ചായ കൊണ്ട് നെഞ്ഞത്ത് കുത്തി. അങ്ങനെ അത് ഇതിൻ്റെ ഇടയിലൊക്കെ അവൻ പറഞ്ഞിട്ട കാര്യം, എൻ്റെ അനിയൻ്റെ കല്യാണം നോക്കുന്നുണ്ട്, അപ്പോൾ അന്നെ ഞാൻ ജീവിക്കാൻ അയക്കില്ല, അന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വെളിപ്പെടുത്തലിന് പിന്നാലെ ലഹരി മാഫിയയുടെ നിരന്തര ഭീഷണി നേരിട്ടെന്നും വ്യക്തമാക്കി. അതേസമയം മർദ്ദിച്ചെന്ന് പറയുന്ന അനസ് സുഹൃത്ത് മുഖാന്തരം നിസാമിന് വാഹനം ഉപയോഗിക്കാൻ നൽകിയിരുന്നു. ആ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും തുടർന്ന് നിസാമിനോട് ഹാജരാകാനും പറഞ്ഞു. എന്നാൽ നിസാം ഹാജരായില്ല. ഈ സംഭവമാണ് അക്രമത്തിനിടയാക്കിയതെന്നും ലഹരി മാഫിയക്കെതിരെ പറഞ്ഞതിനല്ല ആക്രമിച്ചതെന്നും അനസ് വെളിപ്പെടുത്തി. ഈ ചാനൽ വളാഞ്ചേരി.